കല്യാണം കഴിച്ചു. ഹദീസിൽ കാണാം, ഇന്ന യഹ്യ തസവ്വജ വലം യുജാമി. ഖീല, ചോദിക്കപ്പെട്ടു എന്താ എന്റെ കാരണം? ലിനൈലിൽ ഫളി വസ്സുന്ന വഇഖാമത്തി സുന്ന, സുന്നത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചത്. സുന്നത്ത് പ്രവാചകന്മാരുടെ സുന്നത്താണ്. വലം യുജാമി, പക്ഷേ ഭാര്യയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടില്ല എന്ന ചരിത്ര ഹദീസ് കിതാബിൽ കാണാം സംഭവം. സുന്നത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് സക്കറിയ ബഹുമാനപ്പെട്ട യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്താ കാരണം? എന്താ? ഒരു പെണ്ണുമായിട്ടൊരു ചിന്തയില്ല, പെണ്ണായിട്ടൊരു ചിന്തയേ ഇല്ല, പെണ്ണിനെ കുറിച്ച് ചിന്തയേ ഇല്ല. സംഭവം ഇങ്ങനെ ഒരു മനുഷ്യനെ കിട്ടുമോ ലോകത്ത്? നമ്മളൊക്കെ ഇപ്പോൾ എത്ര മുസ്ലിയായാലും തങ്ങളായാലും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ പെണ്ണുങ്ങന്മാർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആവലാതി പറയുമ്പോൾ നമ്മൾ കേൾക്കണം, പോകണം. ഓള് മെസ്സേജ് അയക്കുമ്പോൾ നോക്കണം, വാട്സപ്പ് നമ്പർ ചോദിക്കുമ്പോൾ കൊടുക്കണം, കൊടുത്തിട്ട് ദുആക്ക് വേണ്ടി ആദ്യം ചോദിക്കും, ദിക്ർ കൊണ്ട് തുടങ്ങിയിട്ട് അവസാനം മുസീബത്തുകൊണ്ട് അവസാനിക്കും. അതങ്ങനെയാണ് സംഭവം. അപ്പൊ ഇതൊക്കെ മനുഷ്യനാണ്, സ്വാഭാവികമായിട്ട് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ വീണു പോകും മനുഷ്യനാണ്. അതുകൊണ്ട് യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞ വാക്കെന്താ? നബിതങ്ങൾ പറഞ്ഞ വാക്കെന്താ? കാന യഹ്യ ശാബാ, നല്ല ചെറുപ്പക്കാരൻ. ലാ യഖറബുൻ നിസാ വലാ യസ്തഹീൻ, ഒരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കുകയില്ല, പെണ്ണിന്റെ സമീപത്തേക്ക് വരെയില്ല. അങ്ങനത്തെ ഒരു സാധനം ദുനിയാവിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ചിന്തിച്ചു നോക്ക്. പെണ്ണിലെ ചിന്തിക്കുകയില്ല, പെണ്ണിലേക്ക് വരെയില്ല, അങ്ങനത്തെ സാധനം. നബിഗിന റസൂലുള്ളാഹി തആല പറയുകയാണ്, ലാ യംബഗി ലിഅഹദിൻ അൻ യഖൂൽ മിൻ വൽദി ആദമ, ആദമിന്റെ മക്കളിൽ ഒരാൾക്ക് പോലും പറയാൻ അവകാശമില്ല, ഇന്ന യഹ്യ ഇബ്ന സക്കരിയ അന ഖൈറും മിൻ യഹ്യ ഇബ്ന സക്കരിയ, ഞാൻ സക്കരിയായുടെ മകൻ യഹ്യയേക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറയാൻ ആദമിന്റെ മക്കളിൽ ഒരാൾക്ക് പോലും അവകാശമില്ല. കാരണം എന്താണെന്നറിയോ? വലാ ഹഖത ഫീ സദ്രിഹി ഇംറാ ഹമ്മ ബിഖതിയ ഔ കമാ ഖാല റസൂലുള്ളാഹി. ജീവിതത്തിൽ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല, ഒരു മോശമായ ചുറ്റുപാടിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല, മരണം വരെ അല്ലാഹുക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തി പോലും ചെയ്തിട്ടില്ല. കാരണം എന്താണ്? അല്ലാഹു തൃപ്തിപ്പെട്ട മകനായത് കൊണ്ടല്ലേ. അതുകൊണ്ട് എന്റെ യുവാക്കളെ, യുവതികളെ, എന്റെ പ്രഭാഷണം കേൾക്കുന്ന ദമ്പതികളെ, നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്, നാഥാ നീ എനിക്കൊരു കുട്ടിയെ തരണം, ആ കുട്ടിയെ നീ ആദ്യം തൃപ്തിപ്പെടണേ അല്ലാ. നീ തൃപ്തിപ്പെട്ടാൽ ഓക്കെ ആയി. നീ തൃപ്തിയില്ല എങ്കിൽ നമ്മുടെ കുട്ടികൾ പഴിച്ചു. അതാണ് ഒളിച്ചോടുന്നത്. അള്ളാന്റെ തൃപ്തി ഇല്ലാത്ത സാധനം. ഉപ്പാന്റെ വാക്ക് കേൾക്കാത്തത്, ഉമ്മാന്റെ വാക്ക് കേൾക്കാത്തത്, കല്യാണ ദിവസത്തിൽ പടക്കം പൊട്ടിച്ച് പൂത്തിരി കത്തിച്ച് മണിയറയിൽ ഫയർഫോഴ്സ് വെച്ചടിച്ചിട്ട് മാതാപിതാക്കളെ വേദനിപ്പിച്ച് അറ്റാക്ക് വന്ന് ആ വാപ്പ ഉമ്മ മരണപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ കല്യാണത്തിൽ ഈ ചെറുപ്പക്കാരൻ കാണിച്ച തെമ്മാടിത്തരത്തിന്റെ പേരിൽ ഈ പെണ്ണിന്റെ ഉപ്പ പോലും അറ്റാക്ക് വന്ന് മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ ഈ കുട്ടി ഹറാം കുട്ടി, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ സംഭവിക്കില്ലല്ലോ. ഹറാം കുട്ടി ആയതുകൊണ്ടാണല്ലോ. ഹലാലായ കുട്ടിയാണെങ്കിൽ തോന്നിയാസായി കാണിക്കുന്നത്, ഈ കാണിക്കുന്നത് തമ്മാടിത്തരമാണ്, ഇത് അള്ളാഹ്ക്കും റസൂലിനും നിരക്കാത്ത കാര്യമാണിത് എന്ന് ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ടാകും. ഇല്ല, മനസ്സിലുണ്ടാവില്ല. കാരണം എന്താ? ഈമാനില്ലാത്ത കുട്ടി അവന്റെ തോന്നിയാസേ ഉണ്ടാവുള്ളൂ, തമ്മാടിത്തരം ഉണ്ടാവുള്ളൂ. പാവപ്പെട്ടവന്റെ ബുദ്ധിമുട്ട് അറിയുന്നില്ലല്ലോ. ഒരു പെണ്ണിനെ കെട്ടിക്കാൻ പെടുന്ന പാട്, കഷ്ടപ്പാട്, ത്യാഗങ്ങൾ ആരറിയുന്നു? ഇപ്പൊ ഈ ക്യൂ നിൽക്കുന്ന പാവപ്പെട്ടവൻ ഒരു നേരത്തെ അരി വാങ്ങാനാണ് അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കേണ്ട ഗതികേട്. സുഖലോലുപതയുടെ മടിത്തട്ടിൽ താമസിക്കുന്ന കള്ളപ്പണക്കാരന്മാർ കോടാനുകോടികൾ ഉണ്ടാക്കിയിട്ട് ദിവസങ്ങൾക്ക് മുമ്പ് പണം വെളുപ്പിച്ചിട്ട് സ്വദേശത്തും വിദേശത്തുമായി 10,000 കൊണ്ടുപോയി ചെലവഴിച്ചിട്ട് ഈ പാവപ്പെട്ടവന്റെ മുന്നിൽ ജിയോ എന്ന് പറയുന്ന നമ്പർ കൊടുത്തിട്ട് നമ്മളെയെല്ലാം വഞ്ചിച്ചിട്ട് കള്ളപ്പണം വെളുപ്പിച്ചിട്ട് പാവപ്പെട്ടവൻ അന്നന്ന് സമ്പാദിക്കുന്ന സമ്പാദ്യം വിയർപ്പൊഴിപ്പിച്ച ഈ ചില്ലിക്കാശിന് വേണ്ടി മണിക്കൂറുകളോളം ക്യൂ നിൽക്കുമ്പോ 4 വയസ്സായ കുഞ്ഞു പിടഞ്ഞു വീണ് മരിക്കുന്നു, 20 വയസ്സായ ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ആശുപത്രി കിടക്കയില് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ പോലും കഴിയാതെ, സ്വന്തം ശരീരത്തിന്റെ ചികിത്സയ്ക്ക് പോലും പണമെടുക്കാൻ കഴിയാതെ
കഴിയാതെ പാവപ്പെട്ട എത്രയോ സാധുക്കളായ മക്കൾ ഈ മഹത്തായ ഇന്ത്യ രാജ്യത്തില് കൊഴിഞ്ഞു കൊഴിഞ്ഞ് വീടുകൊണ്ടിരിക്കുമ്പോ കള്ളപ്പണക്കാരന്മാർ പണം കൊണ്ട് അഹങ്കാരം നടിച്ചിട്ട് പറയാണ് ഇതൊക്കെ ചെയ്യുന്നത് നന്മയാണ്, ഇതെല്ലാം നന്മയാണ്, ഇതൊക്കെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള കാര്യമാണ്. ഏതെങ്കിലും കള്ളപ്പണക്കാരനും ഏതെങ്കിലും പണക്കാരനും ഏതെങ്കിലും പൈസക്കാരനും ഏതെങ്കിലും ബാങ്കിന്റെയോ ATMന്റെയോ മുന്നിൽ പോയി നിൽക്കുന്നുണ്ടോ? ഉണ്ടോ? ആരാ പോകുന്നത്? പൂള വിറ്റ് ജീവിക്കുന്നവൻ, കർഷകൻ അന്നന്ന് വൈകിട്ട് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിന്റെ ഓരത്ത് ഏതെങ്കിലും റോഡിന്റെ വഴിവക്കത്ത് സാധാരണഗതിയിൽ കൊണ്ടുപോയിട്ട് 10,000-2,000 രൂപയുടെ സാധനം എടുത്ത് കച്ചവടം ചെയ്ത് അന്നന്ന് തന്റെ കുട്ടികളെ ജീവിപ്പിക്കാൻ വേണ്ടി തന്റെ ഒജീനത്തിന് വേണ്ടി ഒരിച്ചാൻ വയറിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട സാധുക്കളായ മക്കളാണ് ഇന്ന് ഈ ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ക്യൂ നിൽക്കുന്നത്. ഏയ് സർക്കാരെ, പാവപ്പെട്ട കുഞ്ഞു മക്കളുടെ കണ്ണുനീർ 80ഓളം പേര് കുഴഞ്ഞു പിടഞ്ഞു വീണ് മരിച്ചെങ്കിൽ ഈ കുഞ്ഞു മക്കളുടെ കണ്ണുനീർ ഇതെല്ലാം ആ നെഞ്ചിലേക്കാണ് വരുന്നത് എന്ന കാര്യം ഒരിക്കലും മറന്നു പോകണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞു മക്കളുടെ കണ്ണുനീരിന് വലിയ വിലയാണ് നൽകിയിട്ടുള്ളത്. നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു വാപ്പ, ഏതെങ്കിലും ഒരു ഉമ്മ തന്റെ പെൺകുട്ടികൾ കരഞ്ഞാൽ ആ കണ്ണുനീർ ഒപ്പിയെടുത്താൽ ഫകഅന്നമാ ബകാ മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹയെ പേടിച്ചിട്ട് കരയുന്നവനെ പോലെയാണ്. ഫമൻ ബകാ മിൻ ഖശ്യത്തില്ലാഹ് ഗുഫിറ ലഹു, അല്ലാഹയെ പേടിച്ചിട്ട് കരയുന്നവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു മാപ്പാക്കി. വമൻ റഖലിൽ ഇനാസി ഗുഫിറ ലഹു, ആരെങ്കിലും തന്റെ പെൺമക്കളോട് കരുണ കാണിച്ചാൽ അല്ലാഹുവിന്റെ പാപം പുറത്തു കൊടുക്കുകയും ആരെങ്കിലും മൻ ഫറഹ ഇബ്നതഹു മൻ ഫറഹ ഉൻസ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെങ്കിലും ഏതെങ്കിലും പെൺകുട്ടിയെ സന്തോഷിപ്പിച്ചാൽ, പെൺമക്കളെ സന്തോഷിപ്പിച്ചാൽ നാളെ മഹ്ശറിന്റെ തിരുമുറ്റത്ത് ഭയാനകത നിറഞ്ഞ ചൂടിൽ നിന്ന് അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി. ഇന്നും 4 വയസ്സായ കുഞ്ഞ് ATMന്റെ മുന്നിൽ സുഖമില്ലാതെ കുഴഞ്ഞു വീണ് മരിച്ചു. ആശുപത്രിയിൽ പോകാൻ പൈസ എടുക്കാൻ ക്യൂ നിൽക്കുക. എന്നിട്ട് വലിയ സിനിമാ നടന്മാരൊക്കെ പറയാ 33,000 കോടി കൊണ്ടുപോയി കുവൈറ്റിൽ ചെലവാക്കിയിട്ട് കോടാനുകോടി ഉണ്ടാക്കി വെളുപ്പിച്ചിട്ട് ഈ പാവപ്പെട്ടവനൊക്കെ നമ്മളെയൊക്കെ കള്ളുകുടിയന്മാരാക്കിയില്ലേ? കള്ളുകുടിയൻ പോയിട്ട് ബിവറേജസിൽ ക്യൂ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് അവിടെ ക്യൂ നിൽക്കാൻ പ്രശ്നമില്ലല്ലോ, പിന്നെ എന്താ ബാങ്കിൽ പോയി ക്യൂ നിന്നാലെന്ന് അവിടുത്തെ ഉച്ചിഷ്ടം ഭക്ഷിച്ചിട്ട് സിനിമാ നടന്മാര് വിളിച്ചു പറയേണ്ട ഗതികേടിലേക്ക് ആരുടെ ഉമ്മയാ പോയി ക്യൂ നിൽക്കുന്നത്? ആരുടെ ഉപ്പയാ പോയി ക്യൂ നിൽക്കുന്നത്? ആരുടെ ഭാര്യ പോയി ക്യൂ നിൽക്കുന്നത്? ഏത് പാവപ്പെട്ടവന്റെ ഭാര്യ പോയി ക്യൂ നിൽക്കുന്നത്? ഈ പറയുന്ന സുഖലോലുപതയുടെ മടിത്തട്ടില് അഹങ്കരിച്ച് വ്യഭിചരിച്ച് കല്ലുകുടിച്ച് മദ്യപിച്ചിട്ട് എന്താണ് പാവപ്പെട്ടവന്റെ അവസ്ഥ എന്ന്, വിശപ്പ് എന്താണ്, പട്ടിണി എന്തെന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഇതേപോലുള്ള ഫിലിം സ്റ്റാറുകള് പാവപ്പെട്ട ഉമ്മമാരെയും പെങ്ങന്മാരെയും കള്ളുകുടിയന്മാരാക്കിയിരിക്കാൻ ബിവറേജസിൽ ക്യൂ നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ ബാങ്കിൽ ക്യൂ നിന്നാൽ എന്താ? 33,000 കോടി ചെലവാക്കിക്കൊണ്ട് വെളുപ്പിച്ചു. ആർക്കെങ്കിലും ചോദിക്കാൻ ആവശ്യമുണ്ടോ? കള്ളപ്പണക്കാർ എവനാ പോയി നിൽക്കുന്നത്? അംബാനി വെളുപ്പിച്ചു, അദാനി വെളുപ്പിച്ചു. 4,000 രൂപയ്ക്ക് ജിയോ എന്ന് പറഞ്ഞ ഒരു സാധനം വിളിച്ചാൽ കിട്ടുവോ? ഇല്ല. മുന്നിൽ ഒരു അക്ഷരം കൂടെ ചേർക്കണം, മൂൻ. അപ്പൊ സംഭവം ശരിയായിരിക്കും. അതിനും കൂടെ ചേർത്തോ? കറക്റ്റാണ്. ജിയോടെ പേരിട്ട നല്ല പേരാ. കിട്ടത്തില്ല വിളിച്ചാലും. വെളുപ്പിക്കേണ്ടത് വെളുപ്പിച്ചില്ലേ, കിട്ടേണ്ടത് കിട്ടിയില്ലേ? നമ്മളൊക്കെ വിഡ്ഢികള്. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് രാവിലെ പോയി വെയിൽ കൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കിക്കൊണ്ട് പൈസ ബാങ്കിൽ ഇട്ടിട്ട് നമ്മൾ അത് എടുക്കണമെങ്കിൽ ക്യൂ നിൽക്കണം. 2,000 രൂപ ക്യൂ നിൽക്കണം അല്ലേ? വിടുവ റബ്ബ്. ഇതൊക്കെ പാവപ്പെട്ടവന്റെ കണ്ണുനീർ, കുഞ്ഞുമക്കളുടെ കണ്ണുനീർ, രോഗികളുടെ കണ്ണുനീർ. എത്ര രോഗികളാണ് മരിച്ചു വീഴുന്നത്? എത്ര രോഗികളാണ് പാവപ്പെട്ടവരാണ്. മനസ്സിലാക്കണം ഇതൊക്കെ. സമ്പന്നന്മാരെ കള്ളപ്പണക്കാരനെ പിടിക്കട്ടെ, കള്ളപ്പണക്കാരനെ അറസ്റ്റ് ചെയ്യട്ടെ, അവന്റെ സമ്പത്ത് മുഴുവനും പിടിച്ചെടുക്കട്ടെ, അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. അതൊക്കെ നിയമങ്ങളുണ്ടല്ലോ. ഈ പാവപ്പെട്ടവൻ എന്തിനു കൊള്ളാം? നമ്മളെയൊക്കെ ഇപ്പൊ കള്ളപ്പണക്കാരനാക്കിയില്ല. ഈ നിൽക്കുന്നവരെല്ലാം കള്ളപ്പണക്കാരാണ്. കള്ളപ്പണക്കാരൻ നിൽക്കുന്ന ഇപ്പണ്ടില്ലേ? ആര് ഇവിടുത്തെ ഉമ്മ, വയസ്സായാള്, ക്യാൻസർ വന്ന് നടക്കുന്നവര്, എൻഡോസൾഫാനിൽ കിടന്നവര്, ഇവരെല്ലാം പോയി എടുത്ത് കള്ളപ്പണം തിന്നിട്ടാണ്. എൻഡോസൾഫാന്റെ രോഗം പിടിച്ചവൻ കള്ളപ്പണം തിന്നിട്ടാണ്. എല്ലാം പൊയ്ക്കോ നിൽക്കണം. ഇല്ല ഗതികേടെ ഒന്ന് ആലോചിച്ചു. അള്ളാഹുണ്ട് അക്രമികൾക്ക് അള്ളാഹ് കൂട്ടാനല്ല, കണ്ണുനീർ ഒരിക്കൽ അള്ളാഹ് കേൾക്കും. അപ്പൊ നമുക്കറിയാം ഇൻഷാ അള്ളാഹ്, കാത്തിരുന്ന് കാണുക. എത്ര പാവപ്പെട്ടവന്റെ കണ്ണുനീർ, അതൊക്കെ അള്ളാഹ് കാണുമല്ലോ. അള്ളാഹ് വലിയവനല്ലേ, പടച്ചവനല്ലേ, ഇതൊക്കെ അള്ളാഹ് നോക്കുമല്ലോ. ന്യായമുണ്ടെങ്കിൽ ന്യായം, നീതിയുണ്ടെങ്കിൽ നീതി, ധർമ്മമുണ്ടെങ്കിൽ ധർമ്മം. നീതിമാനായ ധർമ്മത്തിന്റെ വക്താക്കളായിക്കൊണ്ടാണ് ഭരണം നിലനിർത്തുന്നത് എങ്കിൽ പാവപ്പെട്ടവനെ ദ്രോഹിക്കലല്ല, കള്ളപ്പണക്കാരനെ പിടിക്കണം, കെട്ടണം, അറസ്റ്റ് ചെയ്യണം, അവനെ കൈകാര്യം ചെയ്യണം. അതിന് നമ്മൾ പൂർണ്ണ സപ്പോർട്ട്. സാധുക്കൾ എന്ത് പിഴച്ചു, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
ആ പണമുള്ളവനാണ്. കള്ളത്തരത്തിൽ പണം കിട്ടുമ്പോഴാണല്ലോ ഇതുപോലുള്ള അഹങ്കാരങ്ങൾ, ഈ നിക്കാഹുകളിൽ തമ്മാടിത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. തമ്മാടിത്തരങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അല്ല വേറെന്ത്? ഹലാലായി സമ്പാദിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പണം കൊണ്ട് ആവശ്യമില്ലാതെ ഗാനമേളകളും പാട്ടും കോപ്രായങ്ങളും പൂത്തിരി കത്തിക്കലും വെടിക്കെട്ടുമൊന്നും ഉണ്ടാക്കാൻ വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം, ഒരു വ്യക്തിക്ക് പോലും കഴിയുകയില്ല. കാരണം എന്താ? അവൻ വിയർപ്പൊഴുക്കിയ പൈസയാണ്. ആ വിയർപ്പിന്റെ പൈസ കൊണ്ട് ഒരിക്കലും അല്ലാഹു ഹലാലാക്കിയ നിക്കാഹിനെ മലീമസപ്പെടുത്താനുള്ള തോന്നിയാസത്തിന് കൂട്ടു നിൽക്കാൻ അവനെ കൊണ്ട് പറ്റൂല. ഹറാമായി കിട്ടുന്ന പണമാണ്, ശരീരം വേർക്കാതെ കിട്ടുന്ന പണമാണ്, ചുമ്മാ കിട്ടുന്ന പണമാണ്, വെറുതെ കിട്ടുന്ന പണമാണ്. ആ പണമാണ് അടിച്ചു പൊളിക്കുന്നത്. ഹലാലിന്റെ പണം കൊണ്ട് അടിച്ചു പൊളിക്കാൻ പറ്റൂല.